നമസ്കാരം. എല്ലാ വർഷവും ഫെബ്രുവരി 13-ാം തീയതി നമ്മൾ വേൾഡ് അനീമിയ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളർച്ച. ഈ 13ന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തില് വേണ്ട ഹീമോഗ്ലോബിന്റെ അളവാണ് 13. കുഞ്ഞുങ്ങൾക്ക് ഈ ഹീമോഗ്ലോബിൻ 11-ന് താഴെയാണെങ്കിൽ നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക? കുഞ്ഞുങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, ഉറക്കം കൂടും, അതുപോലെ പഠിക്കാനൊരു ഉത്സാഹം ഉണ്ടാവില്ല, കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞിന്റെ ബുദ്ധി വികാസത്തിന് വരെ തടസ്സം ഉണ്ടാക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വളർച്ചയുടെ തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് അധികം ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. കാരണം ഈ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിച്ചിട്ട് ഹീമോഗ്ലോബിന്റെ അളവ് നോർമൽ ആക്കാൻ നോക്കും. അപ്പൊ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ നോർമൽ ആയിരിക്കും. പക്ഷെ കുഞ്ഞിന്റെ ശരീരത്തിലുള്ള ഇരുമ്പിന്റെ സ്റ്റോർ വളരെ കുറവായിരിക്കും. അപ്പൊ കുഞ്ഞിന്റെ വളർച്ചാ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൗമാരപ്രായമാവുമ്പോൾ, അതുപോലെ പെൺകുട്ടികളിലെ ആർത്തവ സമയത്ത്, ഗർഭിണിയാവുമ്പോൾ, മുലയൂട്ടുന്ന സമയത്തൊക്കെ കൂടുതലായിട്ടുള്ള ഹീമോഗ്ലോബിൻ ആവശ്യമാണ്. അപ്പൊ ആ സമയത്ത് ശരിയായ അളവിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവില്ല, വിളർച്ച ഉണ്ടാവും. അത് ഭാവിയിൽ ഉണ്ടാകുന്ന കുഞ്ഞിനെയും ബാധിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനം അനീമിയ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ അനീമിയ വരാതെ നോക്കുന്നതാണ്. അപ്പൊ നമ്മൾ പറയും കൂടുതൽ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുഞ്ഞിന് കൂടുതലായിട്ട് കൊടുക്കണമെന്ന്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ? കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ മടിയാണ്. ഇനി കഴിച്ചാൽ തന്നെ അതിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന അയണിന്റെ അളവ് വളരെ കുറവാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഈ അയൺ മരുന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും അയൺ മരുന്നുകൾ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. 6 മാസം വരെ അമ്മയുടെ പാലിൽ നിന്ന് തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള അയൺ കിട്ടുന്നുണ്ട്. പക്ഷെ 6 മാസം കഴിഞ്ഞാൽ അത് തികയാതെ വരും. അപ്പൊ 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് അയൺ സിറപ്പ് രൂപത്തിൽ ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുന്നുണ്ട്. അതുപോലെ 5 വയസ്സ് കഴിഞ്ഞാൽ 19 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിൽ 1 ദിവസം അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. സ്കൂളുകളിലും അത് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഡെയിലി അയൺ നമ്മൾ സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സേവനം പരമാവധി ഉപയോഗിക്കുക. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ അയൺ മരുന്നുകൾ കൊടുത്താലും കുഞ്ഞിന് വിരശല്യം ഉണ്ടെങ്കിൽ ഈ വിളർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ വിരയുടെ മരുന്നും കൊടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.